പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. ജരാനരവിനിമയം. സീമന്താത്മജനായ യദുവിനോട് ധ്രുവനാമന്ത്രിച്ചിതു ജരായൗവന വിനിമയം. സൂക്ഷ്മധർമ്മത്തെ പാർത്തു ധാത്രീശനോടു യദുദാക്ഷമോടരുതിതെന്നാഖ്യാനം ചെയ്ത ശേഷം മക്കളെ ക്രമത്താലെ വെവ്വേറെ വരുത്തിയിട്ടു കൈക്കൊള്ളുക ജരാനരയെന്നവൻ അപേക്ഷിച്ചു. ആരുമേ കൈക്കൊള്ളാഞ്ഞിട്ടഞ്ചാമനായ സുതൻ പൂരുവെന്നവനോടു മന്നവൻ പറഞ്ഞപ്പോൾ അച്ഛൻ ചൊന്നതു കേട്ടിട്ടച്ചിരി വരുന്നാകിൽ നിശ്ചയം പൊറുക്കുന്നു തന്നാലും എന്നാനവൻ. ഏതുമേ മടിയാതെ വാങ്ങിനാൻ ജരാനര താതനു തനിക്കുള്ള യൗവനമതും നൽകി. ചേതസി തെളിഞ്ഞവൻ ഭാര്യമാരോടും കൂടി ചൂതസായകമേറ്റു ചൂതുവാൻ മുല പുൽകി. ചൂതോടു ചതുരംഗമെന്നിവ കൊണ്ടും ക്രീഡിച്ച ആദരവോടു വാണാനായിരത്താണ്ടു പിന്നെ. പൂരുവാം തനയനു യൗവനമതും നൽകി പാരാതെ രാജ്യത്തിങ്കലഭിഷേകവും ചെയ്തു. രാജചിഹ്നങ്ങൾ നിങ്ങൾക്കില്ലാതെ പോകുന്നതു രാജാവ് മറ്റേ മക്കൾക്കൊക്കവേ ശാപം നൽകി. യദുവിൻ പരമ്പര യാദവന്മാരെന്നായി മധുരാനാമം പൂണ്ട രാജ്യവും ഉണ്ടായി വന്നു. തുവശുവിൻ്റെ പാരമ്പര്യമായുണ്ടായത് മുറിയിലന്നു യവനന്മാരെന്നറിഞ്ഞാലും ദ്രുഹിവിൻ പരമ്പര ഭോജന്മാരെല്ലാം അനുദ്രുഹിവിൻ മക്കളെല്ലാം മ്ലേച്ഛജാതികളല്ലോ. പൂരുവിൻ പരമ്പര പൗരന്മാരാരായതു വീരനം യയാതിയും പോയി വനവാസം ചെയ്താൻ. വാനുലോകവും പുക്കാൻ പിന്നെയെന്നറിഞ്ഞാലും മാനവവീരൻ പൂരുഭൂമിയും വാണാനല്ലോ. ഉത്തരയായാതത്തിലുള്ളൊരു കഥയെല്ലാം വിസ്താരം ഭാരമുണ്ടു പറവാൻ പണിയത്രേ. ഇന്ദ്രനും യയാതിയും തങ്ങളിൽ പറഞ്ഞതും മന്നവനഷ്ടകനാം ഋഷിയെ കണ്ടവാറും തങ്ങളിൽ